നമ്മൾ കവിതയെക്കുറിച്ച് സിനിമാ പാട്ടുകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ സിനിമയ്ക്കൊപ്പം നാടകഗാനങ്ങളിലുണ്ട്, എത്രയോ നാടകഗാനങ്ങളുണ്ട് അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ഏതോ പരിപാടിക്ക് വേണ്ടി എഴുതിയതാണ് ബലികുടീരങ്ങളെ. ശരിക്കും ശിപ്പായി ലഹള ഇന്ത്യൻ ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൽ 1857 അതിന്റെ 100ാം വാർഷികം 1957 തിരുവനന്തപുരത്ത് വെച്ച് അവിടെ ഒരു പാളയത്തൊരു ഭടന്മാരുടെ ഇതുണ്ട്, അവിടെ അത് രക്ഷാക്ഷമുണ്ട്. അവിടെ അന്നത്തെ പ്രസിഡന്റ് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അന്ന് അതിനുവേണ്ടി കുറിച്ചതാണ്. അതിനകത്ത് ഈ ഇതൊന്നുമില്ല, ചുവപ്പിന്റെ ഇതൊന്നുമില്ല. പാർട്ടി പരിപാടി എന്ന് ഉദ്ദേശിച്ച ഒരു പൊളിറ്റിക്കൽ പരിപാടി എന്നുള്ള രീതിയിൽ ഇതിന്റെ 100ാം വാർഷികത്തിന് വേണ്ടി, ഇതിന്റെ 100ാം വാർഷികത്തിനാണ് ഇത് എടുത്തിട്ട് അല്ലേ? അതുകൊണ്ടാണ് അതില് ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഇതൊക്കെ ഇപ്പം പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. താമരമുകുളങ്ങൾ വിരിഞ്ഞെന്ന് പറഞ്ഞിട്ടേ, നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി ചുണ്ടിൽ മലനാട്ടിലെ വണ്ടി. ഇത് അനുപല്ലവിയിലെന്ന് ചുണ്ടിൽ ഗാഥങ്ങൾ കരങ്ങൾ ഈ ചെണ്ടുകൾ പുതിയ പൗരനുയർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പൗരൻ. അതുപോലെ അശ്വമേധം എന്ന് പറഞ്ഞ നാടകത്തിലെ തലയ്ക്കും ഇതേ ശൂന്യാകാശം, താഴെ മരുഭൂമി, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്. നല്ലൊരു പാട്ടാണ്. പറന്നല്ലേ LPR വർമ്മ. ഒരു കാര്യം പറയാനുണ്ട്. ഞാനും ചേട്ടനിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിന്ധു, ഞങ്ങളുടെ ഇളയ സഹോദരി സിന്ധു 2021 മരിച്ചപ്പോൾ ഞാൻ അവിടെ തറവാട്ട് ചെല്ലുമ്പോഴെല്ലാം അച്ഛൻ്റെ ഒരു പ്രത്യേക പാട്ട്, അതായത് വയലാറച്ഛൻ മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് എഴുതി വെച്ചൊരു പാട്ട് ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ സ്വാമി സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടി നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ അതിമനോഹരമായിട്ട് പാടി വിനിയോഗിച്ചെടുക്കുക. ശരിക്കും മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സിന്ധു എപ്പോഴും എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. ദാസേട്ടൻ ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. എന്ത് രസമാണ് അത്. 2ാം ഭാഗം അച്ഛൻ വർണ്ണിച്ചേക്കണ സൂര്യനെയാണ്, സൂര്യനും ചന്ദ്രൻ. ആകാശഗോപുരത്തിൻ മുകളിലുദിച്ചോരാദിത്യബിംബമേതാ കടലിൽ മുങ്ങി 1000 ഉറുമികളൂരി വീശി അമ്പരപ്പടവിനു മതിലു കെട്ടി പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. അത്രേ ഉള്ളൂ സൂര്യന് വരെ. പിന്നെ നമ്മളതിനെ അഹങ്കരിക്കും. പകല് വാണ രാജാവാണ്, വാണ പെരുമാളിന്റെ രാജ്യഭാരം 15 നാഴിക. 60 നാഴികയാണ് ഒരു ദിവസം. അതിൽ 30 നാഴിക പകല്, 30 നാഴിക രാത്രി. അതിൽ 15 ഉച്ചവരെ ഉള്ളൂ ഉയർച്ച. 15 പകലിന്റെ പകുതി മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത ഭാഗം കൊടുത്തേണ്ട ചന്ദ്രനെയാണ്. വാഹിനി തടങ്ങളിൽ ഇങ്ങനെ പോവും. അർദ്ധനഗ്നാംഗിയാ മോഹിനിയാട്ടമാടും ചന്ദ്രലേഖേ അങ്കലവന്യത്തിൽ മൃദു നീട്ടി അഷ്ടദിപ്പാലകർ മതിമയക്കി പലങ്കുമണ്ഡപത്തിൽ നിന്റെ നൃത്തം വെറും 15 നാഴിക. 2 പേർക്കും ഉണ്ട്, പുരുഷനും ഉണ്ട് സ്ത്രീക്കും ഉണ്ട്. പുരുഷന്റെ അഹങ്കാരത്തിനും 15 നാഴികയുള്ള ഏറ്റവും വലിയ പുരുഷനാണല്ലോ സൂര്യൻ. ചന്ദ്രൻ ഈ കാണിക്കുന്ന വേദിയിൽ കാണിക്കുന്ന പളുങ്ക് നൃത്തം, ഇതും 15 നാഴികയുള്ളൂ ഈ സൗന്ദര്യം എന്ന് ഓർത്തോളൂ.